ഗുജറാത്തിലെ കച്ച് മേഖലയിലുള്ള രത്തൻപൂർ എന്ന ചെറിയ ഗ്രാമം. ചുട്ടുപൊള്ളുന്ന വെയിലും വരണ്ട കാറ്റും എപ്പോഴും വീശിയടിക്കുന്ന ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു. എന്നാൽ അവരുടെ വസ്ത്രങ്ങളിലെ നിറപ്പകിട്ടും അവരുടെ സംസ്കാരത്തിന്റെ താളവും ആ ഗ്രാമത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകിയിരുന്നു. ആ ഗ്രാമത്തിലെ ഒരു ചെറിയ മൺവീട്ടിലായിരുന്നു മോഹൻബായിയും ഭാര്യ ഗീതാബെന്നും അവരുടെ 3 പെൺമക്കളും കഴിഞ്ഞിരുന്നത്. മൂത്ത മകളായ രാധികയായിരുന്നു ആ വീടിന്റെ ജീവൻ. അവൾക്ക് താഴെ മീര, കിഞ്ചൽ എന്നീ 2 അനിയത്തിമാർ കൂടെ ഉണ്ടായിരുന്നു. സ്വന്തമായി ഭൂമിയോ സമ്പാദ്യമോ ഇല്ലാത്ത മോഹൻബായിയും ഗീതാബെന്നും അടുത്തുള്ള പരുത്തിപ്പാടങ്ങളിൽ കൂലിപ്പണിക്ക് പോയാണ് ആ കുടുംബം പുലർത്തിയിരുന്നത്. ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിലാണെങ്കിലും മക്കളെ നല്ല വിദ്യാഭ്യാസമുള്ളവരാക്കി വളർത്തണം എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. 12ാം ക്ലാസ്സിൽ മികച്ച മാർക്കോടെ പഠിച്ചുകൊണ്ടിരിക്കെയാണ് രാധികയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു ഇരുണ്ട അധ്യായം തുടങ്ങുന്നത്. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന അച്ഛൻ മോഹൻബായിക്ക് പെട്ടെന്ന് കഠിനമായ അസുഖം ബാധിച്ചു. കിടപ്പിലായ അദ്ദേഹത്തിന് പണിക്ക് പോകാൻ കഴിയാതെ വന്നതോടെ ആ വീടിന്റെ താളം തെറ്റി. പട്ടിണി ആ വീട്ടിലെ സ്ഥിരം അതിഥിയായി മാറി. ഗീതാബെൻ ഒറ്റയ്ക്ക് ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം അച്ഛന്റെ മരുന്നിന് പോലും തികയുമായിരുന്നില്ല. ഗത്യന്തരമില്ലാതെ തന്റെ വലിയ സ്വപ്നങ്ങളെല്ലാം ഒരു ചെറിയ പെട്ടിയിലാക്കി പൂട്ടി രാധിക തന്റെ പഠനം ഉപേക്ഷിച്ചു. അവളും അമ്മയോടൊപ്പം കത്തുന്ന വെയിലിൽ പരുത്തിപ്പാടങ്ങളിലേക്ക് കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി. എത്ര കഷ്ടപ്പെട്ടാലും തന്റെ അനിയത്തിമാരായ മീരയെയും കിഞ്ചലിനെയും നന്നായി പഠിപ്പിച്ച് ഉയർന്ന നിലയിൽ എത്തിക്കണം എന്നതായിരുന്നു പിന്നീട് രാധികയുടെ ഒരേയൊരു ലക്ഷ്യം. എല്ലാ ദിവസവും അതിരാവിലെ ഉണർന്ന് അടുപ്പിൽ തീ കത്തിച്ച് അച്ഛനുള്ള ബാജ്ര റൊട്ടിയും പരിപ്പുകറിയും ഉണ്ടാക്കി വെച്ച ശേഷമാണ് രാധിക പണിക്ക് പോയിരുന്നത്. പാടത്തെ കഠിനമായ ജോലി കഴിഞ്ഞ് തളർന്നു വരുമ്പോഴും അവൾ അനിയത്തിമാരുടെ പഠനകാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒരു ദിവസം പോലും അവൾ ജോലിക്ക് പോകാതിരുന്നില്ല. എങ്കിലും അച്ഛന്റെ ചികിത്സയ്ക്കും അനിയത്തിമാരുടെ സ്കൂൾ ചെലവുകൾക്കും ആ വരുമാനം ഒന്നുമായിരുന്നില്ല. ഒരു രാത്രിയിൽ പണി കഴിഞ്ഞ് തളർന്നെത്തിയ രാധിക മൺതിണ്ണയിൽ നിലാവിനെ നോക്കി നിരാശയോടെ ഇരുന്നു. ഹേ ഭഗവൻ, എന്നാണ് ഈ ദാരിദ്ര്യം നമ്മെ വിട്ടുപോകുക? എപ്പോഴാണ് എന്റെ അച്ഛനൊന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുക? അവൾ സ്വയം ചോദിച്ചു. ഓരോ ദിവസം കഴിയും തോറും അവളുടെ മെലിഞ്ഞ ചുമലുകളിൽ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം കൂടിക്കൂടി വന്നു. ആ ചെറിയ മനസ്സിൽ പറയാൻ കഴിയാത്തത്ര സ്വപ്നങ്ങളും അതിലേറെ വേദനകളും തിങ്ങി നിറഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം മുറ്റത്ത് ഉണങ്ങാനിട്ട തുണികൾ എടുക്കുകയായിരുന്ന ഗീതാബെന്നിന്റെ അടുത്തേക്ക് അയൽക്കാരിയായ കോകില വന്നു. ഗീതാബെൻ കോകില വേലിപ്പടിക്കൽ നിന്ന് വിളിച്ചു. നമ്മുടെ രാധികയ്ക്ക് ഇപ്പോൾ കല്യാണ പ്രായമായില്ലേ? അവൾക്ക് സ്വന്തമായിട്ടൊരു ജീവിതം വേണ്ടേ? ഇങ്ങനെ പാടത്ത് പണിയെടുത്ത് അവളുടെ യൗവനം മുഴുവൻ തീർക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? കോകിലയുടെ ഈ ചോദ്യം കേട്ടപ്പോൾ ഗീതാബെന്നിന്റെ തൊണ്ട ഇടറി. സാരിത്തലപ്പ് കൊണ്ട് കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു, വേണം കോകില, തീർച്ചയായും അവൾക്കൊരു നല്ല ജീവിതം വേണം. പക്ഷേ ഞങ്ങളുടെ ഈ ഗതികെട്ട അവസ്ഥയിൽ ആരാണ് അവളെ കല്യാണം കഴിക്കാൻ മുന്നോട്ട് വരിക? ഇവിടുത്തെ രീതികൾ നിനക്കറിയാമല്ലോ. എല്ലാവർക്കും വലിയ സ്ത്രീധനവും സ്വർണവും ഒക്കെ വേണ്ടേ? അതൊന്നും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ പോലുമില്ല. മാത്രമല്ല, കല്യാണക്കാരും ഇപ്പോൾ രാധികയോട് പറഞ്ഞാൽ അവൾ വല്ലാതെ ദേഷ്യപ്പെടും. അച്ഛനെയും അനിയത്തിമാരെയും നോക്കാൻ അവൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. ഗീതാബെന്നിന്റെ വാക്കുകളിൽ ഒരു അമ്മയുടെ നിസ്സഹായത മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. ഇത് കേട്ട് കോകിബൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല ഗീതാബെൻ, എല്ലാം ശരിയാകും. നമ്മുടെ ഭുജ് ടൗണിലുള്ള ബ്രോക്കർ കൻസർഭായിയോട് ഞാനൊന്ന് സംസാരിക്കാം. നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സ്ത്രീധനം വേണ്ടാത്ത നല്ലൊരു പയ്യനെ അദ്ദേഹം കണ്ടെത്തി തരും. രാധികയെ കണ്ടാൽ ഒരു രാജകുമാരിയെ പോലെയല്ലേ? അവളുടെ ആ നല്ല സ്വഭാവവും സൗന്ദര്യവും കണ്ടാൽ സ്ത്രീധനം ഇല്ലാതെ തന്നെ നല്ലൊരു കല്യാണം നടക്കും. കോകിലാബെന്നിന്റെ വാക്കുകൾ ഗീതാബെന്നിന്റെ മനസ്സിനെ ചെറിയൊരു പ്രതീക്ഷയുടെ വെളിച്ചം നൽകി. അങ്ങനെ ഒരു നല്ല കാര്യം നടന്നാൽ ഈ ജന്മം മുഴുവൻ ഞാൻ ഭഗവാനോട് കടപ്പെട്ടിരിക്കും, ഗീതാബെൻ പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ഗീതാബെൻ രഹസ്യമായി ബ്രോക്കർ കർസൻബായിയെ പോയി കാണുകയും രാധികയ്ക്ക് അനുയോജ്യനായ സ്ത്രീധനം വേണ്ടാത്ത ഒരു വരനെ കണ്ടെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ വിവരം എങ്ങനെയോ രാധിക അറിഞ്ഞു. അവളുടെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും ഒരുപോലെ ഇരമ്പിയാർത്തു. അവൾ കണ്ണീരോടെ അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്തിനാണ് എന്നെ ഒഴിവാക്കാൻ നോക്കുന്നത്? ഞാൻ ഇപ്പോൾ ഒരു കല്യാണത്തിന് തയ്യാറല്ല. എന്റെ അനിയത്തിമാരുടെ പഠനം കഴിയണം, അച്ഛന്റെ അസുഖം ഭേദമാകണം. അതുവരെ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. മകളുടെ ഈ വാക്കുകൾ ഗീതാബെന്നിന്റെ ഹൃദയത്തിൽ അമ്പ് തറയ്ക്കുന്നത് പോലെ വേദനയുണ്ടാക്കി. അവർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. നിനക്കും ഒരു നല്ല കുടുംബം വേണം. ഞങ്ങളെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ടതില്ല.
അമ്മ ഗ്രാമത്തിലെ സഖി മണ്ഡൽ വഴി ഒരു വലിയ വായ്പക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടിയാൽ ബാക്കിയുള്ള സ്ത്രീകളുമായി ചേർന്ന് ടൗണിൽ ഒരു ഗുജറാത്തി ലഘുഭക്ഷണശാല തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ഈ ദാരിദ്ര്യം മാറും. അതുകൊണ്ട് മോൾക്ക് നല്ലൊരു കല്യാണാലോചന വന്നാൽ ഇനി ഒരിക്കലും എതിർക്കരുത്. നിന്റെ വിവാഹം നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ താഴെയുള്ള നിന്റെ അനിയത്തിമാരുടെ ഭാവിയും സുരക്ഷിതമാകൂ. അമ്മയുടെ ഈ വാക്കുകൾ കേട്ട് രാധിക അമ്പരന്നു നിന്നുപോയി. അതുവരെ അമ്മയുടെ കണ്ണുകളിലെ നിസ്സഹായത മാത്രം കണ്ടിരുന്ന അവൾക്ക് മുന്നിൽ പ്രതീക്ഷയുടെ ഒരു പുതിയ ലോകം തുറക്കപ്പെടുകയായിരുന്നു. സഖി മണ്ഡലിലെ വായ്പയെക്കുറിച്ചും ഭാവി സ്വപ്നങ്ങളെക്കുറിച്ചും അമ്മ പറഞ്ഞത് അവളുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. എങ്കിലും സ്വന്തം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവളുടെ മനസ്സ് അപ്പോഴും പൂർണ്ണമായി തയ്യാറായിരുന്നില്ല. അങ്ങനെ പ്രതീക്ഷയുടെയും ആശങ്കയുടെയും ദിവസങ്ങൾ കടന്നുപോയി. രാധിക വീണ്ടും തന്റെ പതിവ് ജോലികളിലേക്ക് മടങ്ങി. പരുത്തിപ്പാടങ്ങളിലെ കഠിനമായ ചൂടിലും അവളുടെ മനസ്സിൽ അമ്മ പറഞ്ഞ വാക്കുകൾ ഒരു കുളിർക്കാറ്റായി വീശുന്നുണ്ടായിരുന്നു. എങ്കിലും ദാരിദ്ര്യത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അവളെ സദാ വേട്ടയാടിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരാഴ്ചയ്ക്ക് ശേഷം പ്രതീക്ഷിച്ചതുപോലെ ബ്രോക്കർ കർസൻ ബായ് ഗീതാബെന്നിനെ തേടിയെത്തി. അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയൊരു സന്തോഷമുണ്ടായിരുന്നു. ഗീതാബെൻ, കർസൻ ബായ് പറഞ്ഞു തുടങ്ങി, നമ്മുടെ രാധികയ്ക്ക് അനുയോജ്യമായ ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥയെല്ലാം ഞാൻ അവരോട് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാത്തിനും സമ്മതമാണ്. പെണ്ണു കാണാൻ അവർ വരുന്ന ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷം കൊണ്ട് ഗീതാബെന്നിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈശ്വരൻ തന്റെ പ്രാർത്ഥന കേട്ടു എന്ന് അവർ വിശ്വസിച്ചു. എവിടെയുള്ളവരാണ് കർസൻ ബായി? അവർ ആകാംക്ഷയോടെ ചോദിച്ചു. നമ്മുടെ തൊട്ടടുത്തുള്ള ഭുജ് നഗരത്തിൽ നിന്നാണ്. പയ്യന്റെ പേര് ചിരാഗ്. നഗരത്തിൽ സ്വന്തമായി ഒരു വലിയ ഗാരേജ് നടത്തുകയാണ്. നല്ല വരുമാനമുള്ള കഠിനാധ്വാനിയായ ചെറുപ്പക്കാരൻ. ചിരാഗിന് അമ്മയില്ല. വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയി. അച്ഛൻ രാംജി ബായിയുടെ തണലിലാണ് അവർ വളർന്നത്. 3 ആൺമക്കളാണ് രാംജി ബായിക്ക്. അതിൽ ഏറ്റവും ഇളയവനാണ് ചിരാഗ്. മൂത്ത 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. അവർ സ്വന്തം കുടുംബവുമായി സന്തോഷമായി കഴിയുന്നു. രാധികയെ പോലെ കുടുംബസ്നേഹമുള്ള ഗുണവതിയായ ഒരു പെൺകുട്ടിയെയാണ് ചിരാഗ് ആഗ്രഹിക്കുന്നത്. സ്ത്രീധനമായി ഒരു നയാ പൈസ പോലും അവർക്ക് വേണ്ട. ഈ വിവരങ്ങൾ കേട്ടപ്പോൾ ഗീതാബെന്നിന്റെ നെഞ്ചിലെ വലിയൊരു ഭാരമാണ് ഒഴിഞ്ഞുപോയത്. അന്ന് വൈകുന്നേരം പണി കഴിഞ്ഞ് രാധിക എത്തിയപ്പോൾ മുറ്റത്തെ തുളസിത്തറയ്ക്ക് സമീപം നിന്നിരുന്ന അവളോട് ഗീതാബെൻ പതുക്കെ ചോദിച്ചു, മോളെ, ഈ വരുന്ന ഞായറാഴ്ച നിനക്ക് ജോലിക്ക് പോകാതെ നിൽക്കാമോ? എന്താ അമ്മേ? എന്തോ പന്തികേട് തോന്നിയ രാധിക ഭയത്തോടെ ചോദിച്ചു. പേടിക്കണ്ട മോളെ, കസൻ ബായി നിനക്ക് വേണ്ടി നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊന്ന് പെണ്ണു കാണാൻ വരുന്നുണ്ട്. ആ ദിവസം നീ തീർച്ചയായും വീട്ടിലുണ്ടാകണം. രാധിക ഒന്നും മിണ്ടിയില്ല. അവളുടെ മുഖത്തെ വിളർച്ച ഗീതാബെൻ ശ്രദ്ധിച്ചു. തല താഴ്ത്തി കണ്ണുകൾ നിറച്ച് അവൾ വീടിനുള്ളിലേക്ക് നടന്നു. അന്ന് രാത്രി രാധികയ്ക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഇരുട്ടു നിറഞ്ഞ മുറിയിൽ മേൽക്കൂരയിലൂടെ അരിച്ചെത്തുന്ന നിലാവെളിച്ചത്തിലേക്ക് നോക്കി അവൾ കിടന്നു. വിവാഹം എന്ന വാക്ക് അവളുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയം സൃഷ്ടിച്ചു. വിവാഹം കഴിഞ്ഞ് താൻ പോയാൽ ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്താകും? അച്ഛന്റെ മരുന്ന്, അനിയത്തിമാരുടെ സ്കൂൾ ഫീസ്, ഇവയെല്ലാം അവളുടെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റായി വീശി. ആ രാത്രി മുഴുവൻ തന്റെ ഉറ്റവരെ കുറിച്ചുള്ള ചിന്തകളിൽ അവൾ കണ്ണു തുറന്നു കിടന്നു. അങ്ങനെ ആ ഞായറാഴ്ച പുലർന്നു. അതിരാവിലെ തന്നെ ഗീതാബെൻ വീടും പരിസരവും വൃത്തിയാക്കി. അയൽക്കാരായ സ്ത്രീകളുടെ സഹായത്തോടെ അതിഥികൾക്കുള്ള പരമ്പരാഗത ഗുജറാത്തി വിഭവങ്ങളായ മധുരമുള്ള പലഹാരങ്ങളും ചായയും തയ്യാറാക്കി വെച്ചു. രാധികയുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു. അവൾ ലളിതമായ ഒരു ചുവന്ന സാരി എടുത്ത് മുടി പിന്നിക്കെട്ടി വലിയൊരു ഭയത്തോടെ മുറിക്കുള്ളിൽ ഇരുന്നു. പറഞ്ഞ സമയത്ത് തന്നെ രാംജി ബായിയും ചിരാഗും മറ്റു കുടുംബാംഗങ്ങളും ആ കൊച്ചു വീട്ടിലെത്തി. കസൻ ബായി അവരെ പരസ്പരം പരിചയപ്പെടുത്തി. രാധികയെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവളിലായി. അവളുടെ നിഷ്കളങ്കമായ മുഖവും കുലീനതയും ചിരാഗിനെ വല്ലാതെ ആകർഷിച്ചു. ആ ദാരിദ്ര്യത്തിലും അവൾ കാത്തുസൂക്ഷിച്ച അന്തസ് അവനെ നന്നായി ബോധിച്ചു. ആദ്യ കാഴ്ചയിൽ തന്നെ ചിരാഗിന് രാധികയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചെറുക്കനും പെണ്ണിനും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. കസൻ ബായിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാധിക ഒന്നുകൂടി ഭയന്നു. മുറ്റത്ത് വലിയ വേപ്പിൻ ചുവട്ടിലേക്ക് അവർ ഇരുവരും നടന്നു. ചുറ്റും വരണ്ട കാറ്റ് വീശുന്നുണ്ടായിരുന്നു. എന്റെ പേര് ചിരാഗ്, വളരെ ശാന്തമായ സ്വരത്തിൽ അവൻ പറഞ്ഞു. രാധിക തലയുയർത്താതെ തന്നെ ഒന്ന് മൂളി. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചിരാഗ് വീണ്ടും ചോദിച്ചു. പെട്ടെന്ന് രാധികയുടെ നിയന്ത്രണം വിട്ടു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. കൈകൾ കൂപ്പിക്കൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ ഇഷ്ടമല്ലെന്ന് താങ്കൾ വീട്ടുകാരോട് പറയണം. എന്റെ കുടുംബത്തിന്റെ യഥാർത്ഥ അവസ്ഥ താങ്കൾക്ക് അറിയില്ല. അവൾ തന്റെ അച്ഛന്റെ അസുഖത്തെക്കുറിച്ചും അനിയത്തിമാരുടെ പഠനത്തെക്കുറിച്ചും താങ്ങാനാവാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഭാവിട്ടു കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു.
എനിക്ക് എൻ്റെ കുടുംബത്തെ ഇപ്പോൾ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ ഭാരമായി മാറും. അതുകൊണ്ട് എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ താങ്കൾ കണ്ടെത്തണം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുഖം പൊത്തി കരഞ്ഞു. രാധികയുടെ ആ കണ്ണുനീരും കുടുംബത്തോടുള്ള അവളുടെ അചഞ്ചലമായ സ്നേഹവും ചിരാഗിന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. അവന്റെ കണ്ണുകളും നിറഞ്ഞു. ഇത്രയും നല്ല മനസ്സുള്ള കുടുംബത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ എങ്ങനെയാണ് ഇഷ്ടമല്ലെന്ന് പറയുക? അവൻ ചെറുപുഞ്ചിരിയോട് ചോദിച്ചു. വിവാഹം കഴിഞ്ഞാൽ നിന്റെ കുടുംബം എന്റെയും കൂടി കുടുംബമല്ലേ രാധിക? എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. നീ ഒറ്റയ്ക്കല്ല. ചിരാഗിന്റെ ഈ വാക്കുകൾ രാധികയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഭൂമിയിലെ ഒരു മാലാഖയെ പോലെ അവൻ തന്റെ മുന്നിൽ നിൽക്കുന്നതായി അവൾക്ക് തോന്നി. ആശ്വാസവും അത്ഭുതവും സങ്കടവും എല്ലാം കൂടി ഒരു വിങ്ങലായി മാറിയപ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞ് വീടിനകത്തേക്ക് ഓടി. രാധികയുടെ ഈ പെരുമാറ്റം കണ്ട് ഗീതാബെന്നും മറ്റുള്ളവരും ഭയന്നു പോയി. എന്താണ് സംഭവിച്ചതെന്നറിയാതെ എല്ലാവരും പരസ്പരം നോക്കി. ഗീതാബെന്നിന്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി. കസൻബായി ചിരാഗിനടുത്തേക്ക് ചെന്ന് ആകാംക്ഷയോടെ ചോദിച്ചു, മോനെ, എന്താ പ്രശ്നം? നിനക്ക് കുട്ടിയെ ഇഷ്ടമായോ? ചിരാഗ് ഒരു നിമിഷം ആ അടഞ്ഞ വാതിലിലേക്ക് നോക്കി. പിന്നെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് രാധികയെ ഒരുപാട് ഇഷ്ടമായി. ഈ വിവാഹത്തിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ഇത് കേട്ട് ഗീതാബെന്നും കിടപ്പിലായിരുന്ന അച്ഛൻ മോഹൻബായിയും അക്ഷരം പ്രതി ഞെട്ടിത്തരിച്ചുപോയി. ഇത്രയും വലിയൊരു ഭാഗ്യം തങ്ങളുടെ ജീവിതത്തിൽ വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ചിരാഗിന്റെ അച്ഛൻ രാംജിബായി ഗീതാബെന്നിനോടായി പറഞ്ഞു, നിങ്ങൾ സൗകര്യമുള്ള ഒരു ദിവസം ഞങ്ങളുടെ ഭുജിലെ വീട്ടിലേക്ക് വരണം. അതിനുശേഷം നമുക്ക് നല്ലൊരു ദിവസം നോക്കി വിവാഹ തീയതി തീരുമാനിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് യാതൊരുവിധ സ്ത്രീധനവും വേണ്ട. ഈ സ്വർണത്തെ പോലെയുള്ള മകളെ മാത്രം മതി. ആ വാക്കുകൾ ആ ചെറിയ കുടുംബത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു യഥാർത്ഥ വസന്തം കൊണ്ടുവന്നു. രാധിക അടഞ്ഞ വാതിലിന് പിന്നിലിരുന്ന് ഈ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ പുതിയൊരു പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു. കഷ്ടപ്പാടുകൾക്കിടയിൽ അവൾക്കായി ദൈവം കാത്തുവെച്ച ഒരു വലിയ സമ്മാനമായിരുന്നു ചിരാഗ്. ആ ഗ്രാമത്തിലെ വരണ്ട കാറ്റിന് പോലും അന്നൊരു പ്രത്യേക കുളിർമയുണ്ടായിരുന്നു. അടുത്ത ഞായറാഴ്ച രാവിലെ തന്നെ ഗീതാബെന്നും രാധികയും കസൻബായിക്കൊപ്പം ഭുജ് നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. രാധികയുടെ മനസ്സിൽ പ്രതീക്ഷയുടെയും അപരിചിതത്വത്തിന്റെയും സമ്മിശ്ര വികാരങ്ങളായിരുന്നു. ഭുജിലെ തിരക്കേറിയ തെരുവുകൾ പിന്നിട്ട് അവർ രാംജിബായിയുടെ വീട്ടിലെത്തി. വളരെ സ്നേഹത്തോടെയും ആദരവോടെയുമാണ് ആ കുടുംബം അവരെ സ്വീകരിച്ചത്. ചിരാഗിന്റെ വീടും വീട്ടുകാരെയും ഗീതാബെന്നിനെ വല്ലാതെ ബോധിച്ചു. ആഡംബരങ്ങളില്ലാത്ത എന്നാൽ സ്നേഹം നിറഞ്ഞ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. അന്ന് തന്നെ അവർ വിവാഹ തീയതി തീരുമാനിച്ചു. നിശ്ചയം കഴിഞ്ഞതിന് ശേഷം വെറും 15 ദിവസങ്ങൾക്കുള്ളിൽ വിവാഹം നടത്താം എന്നായിരുന്നു രാംജിബായിയുടെ നിർദ്ദേശം. ഗീതാബെൻ അതിന് സന്തോഷത്തോടെ സമ്മതം മൂളി. എന്നാൽ തിരികെ ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ രാധികയുടെ മുഖത്ത് വലിയൊരു മ്ലാനത പടർന്നിരുന്നു. വീട്ടിലെത്തിയ ഉടൻ അവൾ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഇത്ര പെട്ടെന്ന് ഈ കല്യാണം വേണോ? അവരുടെ കുടുംബം വളരെ നല്ലതാണ്, എനിക്കറിയാം. പക്ഷെ കല്യാണ ചെലവിനുള്ള പണം നമ്മൾ എവിടുന്ന് കണ്ടെത്തും? എനിക്ക് വേണ്ടി വലിയ പലിശക്ക് നിങ്ങൾ കടം വാങ്ങാൻ നിൽക്കരുത്. രാധികയുടെ വാക്കുകളിൽ അവളുടെ കുടുംബത്തോടുള്ള ആഴത്തിലുള്ള കരുതലും വരാനിരിക്കുന്ന ബാധ്യതകളെ കുറിച്ചുമുള്ള ഭയവും നിറഞ്ഞു നിന്നിരുന്നു. മകളുടെ മുഖത്തേക്ക് നോക്കി എല്ലാം ശരിയാകുമെന്ന് ആശ്വസിപ്പിച്ചെങ്കിലും ഗീതാബെന്നിന്റെ ഉള്ളിലും ആധിയുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ 2 ദിവസങ്ങൾക്ക് ശേഷം ഉച്ചതിരിഞ്ഞ സമയത്ത് രാംജിബായി രാധികയുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി കയറി വന്നു. മുൻകൂർ അറിയിക്കാതെയുള്ള അദ്ദേഹത്തിന്റെ വരവ് കണ്ട് ഗീതാബെൻ അമ്പരന്നു. എന്താ രാംജിബായി, ഒന്നും പറയാതെ പെട്ടെന്ന് അവർ ചോദിച്ചു. ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം കയ്യിലിരുന്ന വലിയൊരു കവർ ഗീതാബെന്നിന് നേരെ നീട്ടി. കല്യാണത്തിനുള്ള കുറച്ച് സാധനങ്ങൾ തരാൻ വന്നതാണ് ഗീതാബെൻ. ഇതിൽ രാധികയ്ക്ക് വിവാഹ മണ്ഡപത്തിൽ അണിയാനുള്ള പരമ്പരാഗത പനേതർ സാരിയും നിങ്ങൾക്കെല്ലാവർക്കും കല്യാണത്തിന് ഇടാനുള്ള പുതുവസ്ത്രങ്ങളും പിന്നെ വിവാഹ ചെലവുകൾ നടത്താനുള്ള കുറച്ച് പണവുമുണ്ട്. ഒപ്പം രാധികയ്ക്ക് ഇടാനുള്ള സ്വർണ്ണാഭരണങ്ങളും. ഇത് കേട്ട് രാധിക ഞെട്ടിത്തരിച്ചുപോയി. അവൾ പറഞ്ഞു, ഇതൊന്നും വേണ്ടായിരുന്നു ഞങ്ങൾക്ക്. രാംജിബായി അവളെ തടഞ്ഞുകൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു, അതൊന്നും സാരമില്ല മോളെ. ഇതെല്ലാം ചിരാഗ് പ്രത്യേകം പറഞ്ഞു വിട്ടതാണ്. അവന് ഗ്യാരേജിൽ കല്യാണത്തിന് മുൻപ് തീർക്കേണ്ട കുറച്ച് വണ്ടികളുടെ പണിയുള്ളത് കൊണ്ടാണ് വരാൻ കഴിയാതിരുന്നത്. ഇതൊരു ബാധ്യതയായി നിങ്ങൾ കാണരുത്. എന്റെ മകൾക്കുള്ള സമ്മാനമായി കരുതിയാൽ മതി. ആ കുടുംബം കാണിച്ച ഈ വലിയ മനസ്സ് ഗീതാബെന്നിന്റെയും രാധികയുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. അവർ വാക്കുകൾ കിട്ടാതെ നിന്നുപോയി. ദിവസങ്ങൾ വേഗത്തിൽ കൊഴിഞ്ഞു. മംഗളവാദ്യങ്ങളുടെയും ഗുജറാത്തി നാടോടിപ്പാട്ടുകളുടെയും അകമ്പടിയോടെ രാധികയുടെയും ചിരാഗിന്റെയും വിവാഹം മനോഹരമായി നടന്നു. അഗ്നിയെ സാക്ഷിയാക്കി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ രാധികയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു.
പഴയ ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതത്തോട് വിട പറഞ്ഞ് അവൾ ഭുജിലെ പുതിയ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചു. വിവാഹത്തിനു മുൻപ് അവൾ കണ്ടിരുന്ന ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളെക്കാൾ എത്രയോ മനോഹരമായിരുന്നു അവളുടെ പുതിയ ജീവിതം. ചിരാഗ് ഒരു ഉത്തമനായ ഭർത്താവായിരുന്നു. അവളുടെ കുടുംബത്തെ സ്വന്തം കുടുംബമായി കണ്ട് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും അവനൊരു താങ്ങായി നിന്നു. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ചിരാഗ് വളരെ സ്നേഹത്തോടെ അവളോട് ചോദിച്ചു, രാധിക, നിനക്ക് പ്രത്യേകമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എന്നോട് മടിക്കാതെ പറയാം. ഒരു നിമിഷം ആലോചിച്ച ശേഷം അവൾ നാണത്തോടെ പറഞ്ഞു, നഗരത്തിലെ ഏതെങ്കിലും ഒരു വലിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഗ്രാമത്തിൽ മാത്രം ജീവിച്ചതുകൊണ്ട് എനിക്ക് നഗരത്തിലെ ഭക്ഷണങ്ങളെ കുറിച്ചൊന്നും വലിയ പിടിപാടില്ല. പണ്ട് കൂടെ പണിക്ക് വന്നിരുന്ന കൂട്ടുകാരികൾ പറഞ്ഞു കേട്ട അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. ചിരാഗ് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. എങ്കിൽ നാളെ വൈകുന്നേരം തന്നെ നഗരത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം. അത് കേട്ടപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ രാധികയ്ക്ക് അതിയായ സന്തോഷം തോന്നി. പിറ്റേന്ന് ഗാരേജിലേക്ക് പോകുന്നതിന് മുൻപായി വൈകുന്നേരം ഒരുങ്ങി നിൽക്കാൻ അവൻ അവളെ ഓർമ്മിപ്പിച്ചു. അന്ന് വൈകുന്നേരം അവർ ഒന്നിച്ച് നഗരത്തിലെ മനോഹരമായ ഒരു ഹോട്ടലിൽ പോയി പലതരം വിഭവങ്ങൾ ആസ്വദിച്ചു കഴിച്ചു. നഗരത്തിന്റെ വർണ്ണശബളമായ അന്തരീക്ഷവും ചിരാഗിന്റെ സാമീപ്യവും അവളുടെ ഹൃദയത്തെ സ്വർഗതുല്യമാക്കി. പിറ്റേ ദിവസം രാവിലെ ഗീതാബൻ മകളെ ഫോണിൽ വിളിച്ചു. വിവരങ്ങൾ ചോദിച്ചപ്പോൾ അവളുടെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്ന വർദ്ധിച്ച സന്തോഷം ആ അമ്മ തിരിച്ചറിഞ്ഞു. മകൾക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്നോർത്ത് അവരുടെ മനസ്സ് നിറഞ്ഞു. സംസാരത്തിനിടയിൽ ചിരാഗ് ഫോൺ വാങ്ങി ഗീതാബെന്നിനോട് ചോദിച്ചു, അമ്മേ, അവിടെ എല്ലാവർക്കും സുഖമല്ലേ? അച്ഛന് സുഖമല്ലേ? മരുന്നുകളൊക്കെ കൃത്യസമയത്ത് കൊടുക്കുന്നില്ലേ? ഒരു മകന്റെ സ്നേഹത്തോടെയുള്ള അവന്റെ ഈ അന്വേഷണം ഗീതാബെന്നിനെ വീണ്ടും അത്ഭുതപ്പെടുത്തി. വർഷങ്ങൾ ശാന്തമായി കടന്നുപോയി. രാധികയുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മാത്രം നിറഞ്ഞു നിന്നു. ചിരാഗിന്റെ പിന്തുണയോടെ തന്റെ അനിയത്തിമാരെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കാൻ അവൾക്ക് കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗീതാബൻ രാധികയെ ഫോണിൽ വിളിച്ചു. മോളെ, നിന്റെ അനിയത്തി മീരയ്ക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. പയ്യൻ ടൗണിൽ തന്നെയുള്ള ആളാണ്. എല്ലാം നല്ലതാണെങ്കിൽ നമുക്ക് ഈ ആലോചന ഉറപ്പിക്കാം. ശരി അമ്മേ, ചിരാഗ് ഗാരേജിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ രാധിക ഫോൺ വെച്ചു. എന്നാൽ ഫോൺ കട്ട് ചെയ്ത അതേ നിമിഷം തന്നെ രാധികയുടെ ഫോണിലേക്ക് അപരിചിതമായ മറ്റൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു. ഫോൺ എടുത്തയുടൻ മറുതലയ്ക്കിൽ നിന്ന് വളരെ ഗൗരവത്തിലുള്ള ഒരു ശബ്ദം കേട്ടു. ഹലോ, ഇത് ചിരാഗിന്റെ വീടല്ലേ? സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. ആ വാക്കുകൾ കേട്ടയുടൻ രാധികയുടെ നെഞ്ചിടിപ്പ് നിന്നുപോയി. തൊണ്ട വരണ്ടുണങ്ങി. അതെ, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ചിരാഗിന് ഹൈവേയിൽ വെച്ച് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഗുരുതരമായ അവസ്ഥയിൽ അദ്ദേഹത്തെ ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫോൺ പരിശോധിച്ചപ്പോൾ അവസാനം വിളിച്ച നമ്പർ നിങ്ങളുടേതായത് കൊണ്ടാണ് വിളിച്ചത്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വരണം. ആ വാക്കുകൾ രാധികയുടെ കാതുകളിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. അതുവരെ അവൾ പടുത്തുയർത്തിയ സന്തോഷത്തിന്റെ കൊട്ടാരം ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ കൺമുന്നിൽ തകർന്നു വീഴുകയായിരുന്നു. അവൾക്ക് ചുറ്റുമുള്ള ലോകം പെട്ടെന്ന് ഇരുണ്ടു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. സിറ്റി ഹോസ്പിറ്റൽ എന്ന വാക്ക് കേട്ടപ്പോൾ രാധികയുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നു പോയതുപോലെ തോന്നി. കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് ഊർന്നു വീണു. അല്പനേരം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തറച്ചു നിന്നു. പിന്നെ സമനില വീണ്ടെടുത്ത് വിറയ്ക്കുന്ന കാലുകളോടെ അവൾ ചിരാഗിന്റെ അച്ഛൻ രാംജിബായിയെ വിവരമറിയിച്ചു. ആ വൃദ്ധനായ പിതാവിന്റെ കണ്ണുകളിലെ വേദന അവളെ കൂടുതൽ ഭയപ്പെടുത്തി. ഒട്ടും സമയം കളയാതെ അവർ ആശുപത്രിയിലേക്ക് തിരിച്ചു. യാത്രാമധ്യേ രാധിക തന്റെ അമ്മ ഗീതാബെന്നിനെയും വിവരമറിയിച്ചിരുന്നു. ഭുജിലെ ആ വലിയ ആശുപത്രിയുടെ വരാന്തയിലെത്തുമ്പോഴേക്കും ഗീതാബെന്നും അവിടെ എത്തിയിരുന്നു. ഐസിയുവിന്റെ അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ രാധിക ഒരു കൽപ്രതിമ പോലെ നിന്നു. ഉള്ളിലെ ഭയം അവളുടെ ശ്വാസത്തെ പോലും മുട്ടിച്ചു. കുറച്ചു സമയത്തിന് ശേഷം മുഖത്ത് നിരാശയുമായി ഡോക്ടർ പുറത്തേക്ക് വന്നു. രാധികയും രാംജിബായിയും അദ്ദേഹത്തിന് ചുറ്റും കൂടി. വളരെ വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. അടുത്ത 48 മണിക്കൂർ വളരെ നിർണായകമാണ്. ഡോക്ടറുടെ ആ വാക്കുകൾ രാധികയുടെ നെഞ്ചിൽ തീ കോരിയിട്ടു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നു വീണു. ഗീതാബൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കരയരുത് മോളെ, ഭഗവാനോട് പ്രാർത്ഥിക്കൂ. നമ്മുടെ ചിരാഗിന് ഒന്നും സംഭവിക്കില്ല. ആ 48 മണിക്കൂറുകൾ രാധികയ്ക്ക് യുഗങ്ങൾ പോലെ തോന്നി. ഉറക്കമില്ലാതെ, ഭക്ഷണം കഴിക്കാതെ അവൾ ഐസിയുവിന്റെ വാതിൽപ്പടിയിൽ തന്നെ കാത്തിരുന്നു. തന്റെ ഭർത്താവിന്റെ ജീവന് വേണ്ടി അവൾ കണ്ണീരോടെ ദൈവത്തോട് കേണപേക്ഷിച്ചു. എന്നാൽ വിധി മറ്റൊരു തീരുമാനമാണ് എടുത്തത്. 48 മണിക്കൂറുകൾക്ക് ശേഷം ഐസിയുവിൽ നിന്നുള്ള മെഷീനുകളുടെ ശബ്ദം നിലച്ചു. ഡോക്ടർമാർ പുറത്തു വന്ന് ആ ഹൃദയഭേദകമായ വാർത്ത അവരെ അറിയിച്ചു. ക്ഷമിക്കണം,
ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അദ്ദേഹത്തെ ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ല. ആ വാക്കുകൾ കേട്ടയുടൻ രാധികയ്ക്ക് ചുറ്റുമുള്ള ലോകം നിശ്ചലമായി. അവളുടെ കാതുകളിൽ ഒരു മൂളൽ മാത്രം അവശേഷിച്ചു. ആകാശവും ഭൂമിയും ഒന്നായി കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. എന്തിനു വേണ്ടിയാണോ താൻ ജീവിച്ചത്, ആ ജീവന്റെ പാതയാണ് അവിടെ ഇല്ലാതായിരിക്കുന്നത്. തന്റെ ജീവിതം വീണ്ടും പഴയ ഇരുട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ചിരാഗിന്റെ വിയോഗത്തോടെ ഭുജിലെ ആ വീട് ശൂന്യമായി. ഒരു ഉത്സവപ്പറമ്പ് പോലെ സന്തോഷം നിറഞ്ഞു നിന്നിരുന്ന ആ വലിയ വീട്ടിൽ ഇപ്പോൾ ശവപ്പറമ്പിന് നിശബ്ദതയായിരുന്നു. 26-ാമത്തെ വയസ്സിൽ വിധവയാകേണ്ടി വന്ന രാധിക എന്ത് ചെയ്യണമെന്നറിയാതെ ദിവസങ്ങൾ തള്ളി നീക്കി. എങ്ങോട്ട് തിരിഞ്ഞാലും ചിരാഗിന്റെ ഓർമ്മകൾ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. രാംജിബായിയുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. തന്റെ വാർദ്ധക്യത്തിൽ സ്വന്തം മകന്റെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടി വന്ന ആ അച്ഛൻ ഉള്ളുരുകി കരയുകയായിരുന്നു. മാസങ്ങൾ പതിയെ കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗീതാബൻ രാധികയെ ഫോണിൽ വിളിച്ചു. മോളെ, നിനക്ക് സുഖമാണോ? അമ്മയുടെ ചോദ്യത്തിനു മുന്നിൽ തന്റെ സങ്കടങ്ങൾ മറച്ചുവെച്ച് അവൾ പറഞ്ഞു, സുഖമാണമ്മേ. എന്നാൽ അവളുടെ വാക്കുകളിലെ ഇടർച്ച ആ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. മോളെ, അന്ന് നമ്മൾ പറഞ്ഞ മീരയുടെ കല്യാണാലോചന അവർ വീണ്ടും വന്ന് സംസാരിച്ചു. പയ്യനും കൂട്ടർക്കും മീരയെ വലിയ ഇഷ്ടമായി. കല്യാണം ഉടനെ നടത്തണമെന്നാണ് അവർ പറയുന്നത്. ഇത് കേട്ടപ്പോൾ രാധികയ്ക്ക് സന്തോഷവും അതോടൊപ്പം ചിരാഗനെ കുറിച്ചുള്ള ഓർമ്മകളും ഒന്നിച്ചു വന്നു. ശരി അമ്മേ, അവർക്ക് സമ്മതമാണെങ്കിൽ നമുക്കത് നടത്താം, അവൾ മറുപടി നൽകി. രാധിക ഫോൺ വെച്ചയുടൻ അവിടേക്ക് വന്ന രാംജിബായി ചോദിച്ചു, ആരായിരുന്നു മോളെ വിളിച്ചത്? അമ്മയായിരുന്നു അച്ഛാ. എന്റെ അനിയത്തി മീരയുടെ കല്യാണം തീരുമാനിച്ച കാര്യം പറയാൻ വിളിച്ചതാണ്, അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഇത് കേട്ട രാംജിബായി ഒരു നിമിഷം ആലോചിച്ചു നിന്നു. പിന്നെ ചോദിച്ചു, കല്യാണം തീരുമാനിച്ചെങ്കിൽ എന്റെ മകൾക്ക് നമ്മൾ വസ്ത്രങ്ങളും സ്വർണവും ഒക്കെ വാങ്ങി കൊടുക്കേണ്ടേ? നീ പോയി പെട്ടെന്ന് റെഡിയാകും, നമുക്ക് ടൗണിൽ പോയി അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങാം. ആ വാക്കുകൾ രാധികയുടെ ഹൃദയത്തെ സ്പർശിച്ചു. തന്റെ സ്വന്തം മകൻ മരിച്ചിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. എങ്കിലും ഈ കുടുംബം തന്നെ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ചിരാഗ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലും ഇത് തന്നെയാകും ചെയ്യുക എന്ന് അവൾ ഓർത്തു. രാംജിബായിക്കൊപ്പം പോയി മീരയ്ക്കുള്ള വിവാഹ വസ്ത്രങ്ങളും കുറച്ച് സ്വർണ്ണാഭരണങ്ങളും അവൾ വാങ്ങി വീട്ടിലെത്തിച്ചു. മീരയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ഗ്രാമത്തിൽ തകൃതിയായി നടക്കുകയാണ്. സ്വന്തം വീട്ടിൽ പോയി നിന്ന് അനിയത്തിയുടെ വിവാഹത്തിന് മുൻകൈയെടുക്കണമെന്ന് രാധികയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സുമംഗലിയാകാൻ പോകുന്ന അനിയത്തിയുടെ മുന്നിൽ താനൊരു അപശകുനമായി മാറുമോ എന്ന പഴയകാല അന്ധവിശ്വാസങ്ങളുടെ ഭയം അവളെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. ഭുജിലെ വീട്ടിൽ നിന്നാൽ ആ പ്രശ്നമില്ലല്ലോ എന്ന് അവൾ സ്വയം ആശ്വസിച്ചു. അങ്ങനെയിരിക്കെ ശാന്തമായ ഒരു സന്ധ്യയിൽ രാംജിബായി രാധികയെ തന്റെ അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് മുൻപെങ്ങുമില്ലാത്ത ഒരു ഗൗരവം ഉണ്ടായിരുന്നു. മോളെ രാധിക, അദ്ദേഹം പതുക്കെ പറഞ്ഞു തുടങ്ങി. ചിരാഗ് പോയതോടെ നീ ഈ വലിയ വീട്ടിൽ തീർത്തും ഒറ്റപ്പെട്ടതുപോലെ എനിക്കറിയാം. നിന്റെ സങ്കടങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹം ഒന്ന് നിർത്തി. വീണ്ടും തുടർന്നു, നിനക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. 70 വയസ്സുള്ള ആ വൃദ്ധനിൽ നിന്ന് ഈ വാക്കുകൾ കേട്ടപ്പോൾ 26-കാരിയായ രാധികയ്ക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ അക്ഷരം പ്രതി ഞെട്ടിത്തരിച്ചുപോയി. എന്താണ് അദ്ദേഹം ഈ പറയുന്നത്? ഒരു നിമിഷം അവൾക്കൊന്നും മനസ്സിലായില്ല. 70 വയസ്സുള്ള ഒരാൾ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കേട്ടപ്പോൾ 26-കാരിയായ രാധികയുടെ മനസ്സ് ഒരു നിമിഷം ശൂന്യമായി. അവൾ ഭയത്തോടെ ഒന്ന് പിൻവാങ്ങി. സമൂഹത്തിന്റെ കണ്ണിൽ ഒരു പിതാവിന്റെ സ്ഥാനത്തുള്ള അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഉൾക്കൊള്ളാൻ അവളുടെ പക്വതയില്ലാത്ത മനസ്സിന് കഴിഞ്ഞില്ല. എന്നാൽ രാംജിബായിയുടെ മുഖത്ത് കാമത്തിന്റെയോ സ്വാർത്ഥതയുടെയോ യാതൊരു ലാഞ്ചന്യവും ഉണ്ടായിരുന്നില്ല. തികഞ്ഞ ശാന്തതയോടെയും വാത്സല്യത്തോടെയും അദ്ദേഹം അവളെ നോക്കി. മോളെ, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്, രാംജിബായി വളരെ പതുക്കെ പറഞ്ഞു തുടങ്ങി. ചിരാഗ് മരിച്ചതോടെ നീ ഈ ലോകത്ത് തീർത്തും ഒറ്റപ്പെട്ടതുപോലെ എനിക്കറിയാം. വിധവയായ ഒരു പെൺകുട്ടിയെ ഈ സമൂഹം എങ്ങനെയാണ് നോക്കി കാണുകയെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ വാർദ്ധക്യവും ഏകാന്തതയുമാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത്. എനിക്ക് എന്റെ അവസാന കാലത്ത് സ്നേഹത്തോടെ പരിചരിക്കാൻ ഒരാൾ വേണം. നിനക്ക് സുരക്ഷിതമായി ജീവിക്കാൻ ഒരു തണലും വേണം. ചിരാഗിന്റെ ഭാര്യ എന്നതിലുപരി എന്റെ ഒരു ജീവിത പങ്കാളിയായി പരസ്പരം താങ്ങായി നമുക്ക് ജീവിച്ചുകൂടെ? ആരും നിന്നെ ചോദ്യം ചെയ്യാൻ വരാത്ത ഒരു സുരക്ഷിതത്വം ഞാൻ നിനക്ക് നൽകാം. രാംജിബായിയുടെ ആ വാക്കുകൾ രാധികയെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. ചിരാഗിന്റെ മരണശേഷം ഭുജിലെ ആ വലിയ വീട്ടിൽ അവൾ അനുഭവിക്കുന്ന ശൂന്യത ചെറുതല്ലായിരുന്നു. തിരികെ സ്വന്തം വീട്ടിലേക്ക് പോയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊപ്പം തന്റെ അനിയത്തിമാരുടെ ഭാവിക്കും താനൊരു തടസ്സമാകുമെന്ന് അവൾ ഭയന്നു. സ്നേഹവും കരുതലുമുള്ള രാംജിബായിയെ പോലൊരാൾ തനിക്ക് തുണയായി ഉണ്ടാകുന്നത് ഈ ക്രൂരമായ ലോകത്ത് വലിയൊരു ആശ്വാസമാകുമെന്ന് രാധികയുടെ മനസ്സ് മന്ത്രിച്ചു.
നീണ്ട ആലോചനകൾക്കൊടുവിൽ സമൂഹത്തിന്റെ കുത്തുവാക്കുകളേക്കാൾ വലുത് തന്റെയും കുടുംബത്തിന്റെയും സുരക്ഷിതത്വമാണെന്ന് തിരിച്ചറിഞ്ഞ് അവൾ ആ വിവാഹത്തിന് സമ്മതം മൂളി. വളരെ ലളിതമായ ചടങ്ങുകളോടെ, ആരും അറിയാതെ, അതീവ രഹസ്യമായി അവർ വിവാഹിതരായി. എന്നാൽ ഇത്തരം വാർത്തകൾ അധികകാലം മൂടിവയ്ക്കപ്പെടാൻ കഴിയില്ലല്ലോ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ രാധികയും രാംജിബായും തമ്മിലുള്ള വിവാഹ വാർത്ത പുറത്തറിഞ്ഞു. ഭുജിലെയും രത്തൻപുരിയിലെയും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അതൊരു വലിയ ഞെട്ടലായിരുന്നു. ചിരാഗിന്റെ മൂത്ത സഹോദരന്മാരും അവരുടെ ഭാര്യമാരും ഈ വാർത്ത കേട്ട് അക്ഷരം പ്രതി അമ്പരന്നു. ദേഷ്യത്തോടെ അവർ ഭുജിലെ തറവാട്ടു വീട്ടിലെത്തി അച്ഛനോട് കാര്യങ്ങൾ തിരക്കി. ചിരാഗിന്റെ ഓർമ്മകളിൽ അവൾ ഈ വലിയ വീട്ടിൽ ഒറ്റപ്പെട്ട് നൽകിക്കാതിരിക്കാനാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. നിങ്ങളുടെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ വർഷങ്ങളായി. അതിനുശേഷം ഞാൻ തനിച്ചാണ് ഈ ജീവിതം തള്ളി നീക്കുന്നത്. രാധികയെ സ്വന്തം മകളെ പോലെയും അതിലുപരി എന്നെ സ്നേഹത്തോടെയും കരുതലോടെയും നോക്കാൻ കഴിയുന്ന ഒരു കൂട്ടുകാരിയുമായാണ് ഞാൻ കാണുന്നത്. അവൾക്ക് ഈ വീടിന്റെ അധികാരവും സുരക്ഷിതത്വവും നൽകാൻ ഇതിലും നല്ലൊരു വഴി എന്റെ മുന്നിലുണ്ടായിരുന്നില്ല. രാംജിബായിയുടെ ഈ വിശദീകരണം മക്കളുടെ കണ്ണു തുറപ്പിച്ചു. തങ്ങളുടെ അച്ഛന്റെ ഏകാന്തതയോ രാധികയുടെ നിസ്സഹായതയോ അതുവരെ അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് അവർക്ക് ബോധ്യമായി. അതോടെ ആ വിവാഹത്തോടുള്ള അവരുടെ എതിർപ്പുകൾ ഇല്ലാതായി. ഗ്രാമത്തിൽ ഗീതാബെന്നും മോഹൻബായിയും ഈ വാർത്തയറിഞ്ഞ് ആദ്യം തളർന്നു പോയെങ്കിലും പിന്നീട് രാംജിബായിയുടെ നല്ല മനസ്സ് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ആശ്വാസമായി. മകൾക്ക് ഇനിയൊരിക്കലും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ലല്ലോ എന്നോർത്ത് അവർ ദൈവത്തോട് നന്ദി പറഞ്ഞു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. രാധികയുടെ ജീവിതത്തിൽ സമാധാനം തിരികെ വന്നു. ആ വീടിന്റെ നെടുന്തൂണായി അവൾ മാറി. രാംജിബായി നൽകിയ വലിയ സാമ്പത്തിക പിന്തുണയോടെ അവൾ തന്റെ രണ്ടാമത്തെ അനിയത്തി മീരയുടെ വിവാഹം ഗംഭീരമായി നടത്തി. കിടപ്പിലായിരുന്ന അച്ഛൻ മോഹൻബായിയെ നഗരത്തിലെ വലിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മികച്ച ചികിത്സ നൽകി. പതുക്കെ പതുക്കെ അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അധികം വൈകാതെ ഏറ്റവും ഇളയവളായ കിഞ്ചലിനും നല്ലൊരു ആലോചന വരികയും അവളുടെ വിവാഹവും മനോഹരമായി നടക്കുകയും ചെയ്തു. ഒരിക്കൽ ഗീതാബെൻ ഭുജിലെ വീട്ടിൽ വന്നപ്പോൾ രാധികയെ ചേർത്ത് പിടിച്ച് നിറകണ്ണുകളോടെ പറഞ്ഞു, മോളെ, നിന്റെ അനിയത്തിമാരെ നീ പഠിപ്പിച്ചു, നല്ല നിലയിൽ അവരെ കല്യാണം കഴിപ്പിച്ചയച്ചു. അച്ഛനെയും നോക്കി. ഇപ്പോൾ അദ്ദേഹത്തിന് സുഖമായി വരുന്നു. എന്റെ എല്ലാ സ്വപ്നങ്ങളും നീ പൂർത്തിയാക്കിയല്ലോ മോളെ. നിന്നെ പോലൊരു മകളെ പ്രസവിച്ചതിൽ ഞാൻ ഇന്ന് ഒരുപാട് അഭിമാനിക്കുന്നു. അമ്മയുടെ വാക്കുകൾ കേട്ട് രാധികയുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയിൽ അവളുടെ വർഷങ്ങൾ നീണ്ട കഷ്ടപ്പാടുകളുടെയും ത്യാഗത്തിന്റെയും സാഫല്യം ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞതോടെ ഗ്രാമത്തിലെ ഒറ്റപ്പെടലിൽ നിന്ന് മാതാപിതാക്കളെ ഭുജിലെ തന്റെ വീട്ടിലേക്ക് രാധിക കൂട്ടിക്കൊണ്ടുവന്നു. നഗരത്തിലെ ആശുപത്രി സൗകര്യങ്ങൾ മോഹൻബായിയുടെ തുടർ ചികിത്സയ്ക്ക് ഏറെ സഹായകമായി. രാംജിബായിയും രാധികയുടെ മാതാപിതാക്കളും ഉൾപ്പെടുന്ന ആ വലിയ വീട് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സ്വർഗമായി മാറി. രാംജിബായിയുടെയും രാധികയുടെയും പരസ്പരമുള്ള മനസ്സിലാക്കലും പിന്തുണയും ആ കുടുംബത്തെ വലിയൊരു തകർച്ചയിൽ നിന്ന് കരകയറ്റി. കനത്ത വേനലിനു ശേഷം പെയ്യുന്ന പുതുമഴ പോലെ രാധികയുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വസന്തം എന്നേക്കുമായി തിരികെ വന്നിരുന്നു. ജീവിതം പലപ്പോഴും വരണ്ട ഒരു മരുഭൂമി പോലെയാണ്. ചുട്ടുപൊള്ളുന്ന വേദനകളും പ്രതീക്ഷയറ്റ പകൽക്കിനാവുകളും നിറഞ്ഞ ഒരു യാത്ര. എന്നാൽ ആ മരുഭൂമിയിലും ഒരു വസന്തം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് രാധികയുടെ കഥ. ദാരിദ്ര്യത്തിന്റെ തീച്ചുളയിൽ സ്വന്തം സ്വപ്നങ്ങളെല്ലാം എരിച്ചു കളഞ്ഞപ്പോഴും അവൾ നെഞ്ചോട് ചേർത്തത് തന്റെ കുടുംബം എന്ന ജീവശ്വാസത്തെയായിരുന്നു. സ്വന്തം അച്ഛനും അമ്മയ്ക്കും അനിയത്തിമാർക്കും വേണ്ടി അവൾ നടത്തിയ ത്യാഗങ്ങൾ നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വിധി പലപ്പോഴും നമ്മളോട് ക്രൂരമായി പെരുമാറിയേക്കാം. പ്രിയപ്പെട്ടവനായ ചിരാഗിന്റെ വേർപാടിലൂടെ ഒറ്റ നിമിഷം കൊണ്ട് ഇരുട്ടുമൂടിയ രാധികയുടെ ജീവിതം നമുക്ക് കാട്ടിത്തന്നത് ആ വലിയ യാഥാർത്ഥ്യമാണ്. എന്നാൽ തകർന്നു വീണ ലോകത്തിനു മുന്നിൽ പകച്ചു നിൽക്കാതെ പരസ്പരമുള്ള കരുതലിന്റെയും താങ്ങിന്റെയും പുതിയൊരു ലോകം അവളും ഭർത്തൃപിതാവായ രാംജിബായിയും ചേർന്ന് പടുത്തുയർത്തുകയായിരുന്നു. സമൂഹത്തിന്റെ കുത്തുവാക്കുകളെയോ മുൻവിധികളെയോ ഭയക്കാതെ നിസ്സഹായതയുടെയും ഏകാന്തതയുടെയും നെറുകയിൽ പരസ്പരം താങ്ങാകാൻ അവരെടുത്ത തീരുമാനം നമ്മോട് പറയുന്നത് മറ്റൊന്നുമല്ല. സ്നേഹത്തിനും കരുതലിനും പ്രായത്തിന്റെയോ പരമ്പരാഗത ബന്ധങ്ങളുടെയോ അതിർവരമ്പുകളില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കുക എന്നത് മാത്രമാണ്. ത്യാഗങ്ങൾ ഒരിക്കലും പാഴായി പോകില്ലെന്നും ഉപാധികളില്ലാതെ സ്നേഹിക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും തയ്യാറായാൽ എത്ര വലിയ ഇരുട്ടിലും ഒരു തിരുനാളം തെളിയുമെന്നുമാണ് ഈ കഥ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. നഷ്ടങ്ങളുടെ ചാരത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വന്തം കുടുംബത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച രാധിക ഏതു കൊടുങ്കാറ്റിലും തളരാത്ത പെൺകരുത്തിന്റെയും അതിജീവനത്തിന്റെയും എന്നും തിളങ്ങുന്ന പ്രതീകമാണ്.